കൊള്ളലാഭമൊക്കെ ഹലാലാണല്ലോ ഇസ്ലാമികപരമായി നോക്കുമ്പോൾ. ടാറ്റ എന്ന ബ്രാൻഡിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇവര് ചിലപ്പോൾ KSRTC ബസ്സിലൊക്കെ പോയിട്ടായിരിക്കും ഒരു പക്ഷേ ഇവർ ടാറ്റയ്ക്കെതിരെ ബഹിഷ്കരണം ഏർപ്പെടുത്തിയത്. എന്നിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ടാറ്റ ഡോകോമോയുടെ സിമ്മുമായിരിക്കും. ഇവർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളതേ. ഇവരാരെങ്കിലും ഇവരെ ഒന്ന് തള്ളി വിട്ടുകൊടുത്താൽ മതി, ഇവരെന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ ഏതോ ഒരു പ്രാദേശിക കച്ചവടക്കാരൻ്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ്. ഇപ്പം മുസ്ലിങ്ങൾക്ക് കട ആരും വാടകയ്ക്ക് കൊടുക്കത്തില്ല. എന്താ കാരണം? അയ്യോ അത് വഖഫാക്കിക്കളെ ഇവന്മാരെ, വഖഫിന് കൊടുത്തേക്കാന്ന് പറഞ്ഞ ഇവന്മാർ കൊടുത്താൽ എന്തോ ചെയ്യും? വഖഫാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് വീടുകളോ ഫ്ലാറ്റുകളോ കടകളോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾ ഇപ്പൊ ശ്രദ്ധിച്ച് തന്നെയാ ചെയ്യുന്നത്. വഖഫ് വന്നതിന് ശേഷം എല്ലാം നല്ലതിനാ. ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, അത് വഖഫ് എന്താണ് എന്ന് ഇപ്പൊ മനസ്സിലായി. വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ആരുടേതാണെങ്കിലും ശരി, വഖഫിന് കൊടുത്താൽ പോയി. അല്ല, ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്, ഇത് എന്റേതാണ്, ഞാൻ അയാൾക്ക് വാടകയ്ക്ക് കൊടുത്തത്, ഇത് വഖഫാണ്, പോയിക്കോ. നമ്മൾ പണം കൊടുത്തു വാങ്ങിയ വസ്തുക്കൾ വരെ നാളെ ചിലപ്പോൾ വഖഫാകാം. അപ്പൊ മുസ്ലിങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുമ്പോഴും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴും വല്ലാത്ത ജാഗ്രത വേണം എന്ന് വഖഫിന്റെ വിഷയം വന്നതോടുകൂടിയാണ് ആളുകൾക്ക് കൂടുതൽ മനസ്സിലായത്. ഇപ്പൊ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനി ഇസ്രായേലിലെ ഇസ്രായേൽ എയ്റോ സ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇതും ചേർന്നിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു സംരംഭം നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രതിരോധ രംഗത്ത് ഗവേഷണം നടത്തി വരുന്നു. അത് ഇവരറിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ ഇവര് ടാറ്റയ്ക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ആധുനികവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുകയാണ് ഇപ്പോൾ ടാറ്റ. ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം ശക്തമായി കഴിഞ്ഞാൽ ഇവർക്ക് ഇന്നോ നാളെയൊക്കെ ഈ രാജ്യം പിടിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ടാറ്റ എന്ന് കേൾക്കുമ്പോൾ ഒരു വയറുകാളല്, ഒരു വയറിളക്കം. വെറും ഒരു തുണിക്കടയായിട്ടുള്ള സുഡിയോ അല്ല ഇവരുടെ ലക്ഷ്യം എന്ന് ഞാൻ പറയാനുള്ള കാരണമല്ല. ഇനിയും ടാറ്റയുടെ TCS കമ്പനി ഉണ്ടല്ലോ, അതല്ലേ പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. വേണ്ടെന്ന് വയ്ക്കേ. ഇനി മുതൽ കാക്കമാർക്ക് പാസ്പോർട്ട് വേണ്ട. ശക്തമായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുന്നേ. അതൊക്കെയല്ലേ ഒരു നിലപാട്. എയർ ഇന്ത്യ ടാറ്റയുടേതാ. ഇനി കപ്പലിൽ നീന്തിപ്പോയിക്കോ, അല്ലെങ്കിൽ നടന്നു പോയിക്കോ. സൈക്കിൾ എടുത്ത് വെക്കോ, ചിലപ്പോൾ സൈക്കിളിന്റെ പാർട്സ് ഒക്കെ ടാറ്റയുടേതായിരിക്കും. നിങ്ങൾ ടാറ്റയെ മൊത്തത്തിൽ ബഹിഷ്കരിക്കുക. ഇന്ത്യയെ ബഹിഷ്കരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് പോയിക്കോ. ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമല്ലേ. നിങ്ങൾ എന്തിനാണ് എയർ ഇന്ത്യയിലൂടെ ഹജ്ജിന് പോകുന്നത്? പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ പോയിക്കോ. നിങ്ങൾക്ക് കള്ള പാസ്പോർട്ടിലൊക്കെ പോകാൻ നല്ല കഴിവല്ലേ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും വൃത്തികേട് ചെയ്താലും വൃത്തിയായി ചെയ്യണമെന്ന് പറയാറില്ലേ? അതുപോലെ നിങ്ങൾ നെറികേട് ചെയ്യുവാണെങ്കിലും അത് വൃത്തിയായിട്ട് ചെയ്യും. ബഹിഷ്കരണം സമ്പൂർണമാകട്ടെ. അതല്ലേ ഒരു ഇത്. എന്നാലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ മുമ്പിലെങ്കിലും ഒന്ന് സമാധാനത്തോടു കൂടി പറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. ടാറ്റയുടെ ഒന്നും ഇനി മുതൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. ടാറ്റയുടെ വണ്ടികളൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. ചിലപ്പോൾ സ്പെയർ പാർട്സുകളൊക്കെ ടാറ്റയുടേതായിരിക്കും. ക്വാളിറ്റിയുള്ള, വിലക്കുറവുള്ള, നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് വേണ്ടി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പായ സുഡിയോ ടാറ്റയുടെ സംരംഭമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി ഇനി അതിലേക്ക് ഒഴുകിയെത്തും. ലാഭത്തിന്റെ ശതമാനം നമ്മൾ കൊടുക്കുന്ന പണം, അതിന് തത്തുല്യമായിട്ടുള്ള സാധനം ലഭിക്കുന്നതിലുപരി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ രാജ്യത്തിനാണ് എന്നുകൂടി, രാജ്യത്തിന്റെ വികസനത്തിനാണ് എന്നുകൂടി ഇനി മുതൽ സുഡിയോയിൽ കയറുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരും. ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ ഞാനും ഒരു ഭാഗവാക്കാകും. നമുക്ക് വേണ്ടതെന്താ? വിലക്കുറവാ, ക്വാളിറ്റി വേണം. പിന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാനും പർച്ചേസിങ്ങിനും ഒക്കെ നല്ല സാഹചര്യങ്ങൾ വേണം. ഭാരതത്തിന്റെ വളർച്ചയ്ക്കും ഭാരതത്തിന്റെ ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ കുറച്ച് കാക്കാക്കൂട്ടങ്ങൾ ഇറങ്ങി കുരച്ചാൽ, പട്ടി കുരച്ചാൽ പടി തുറക്കുമോ എന്നൊരു ചൊല്ലുണ്ട്.
അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇനിയിപ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അങ്ങോട്ട് തീരുമാനിക്കുവാണ്, ഞങ്ങൾ ഇനിയും തുണി എടുക്കുന്നെങ്കിൽ, ബാഗ് വാങ്ങുന്നെങ്കിൽ, ചെരുപ്പ് വാങ്ങുന്നെങ്കിൽ, ഇനിയും ഈ സുഡിയോയിലുള്ള ഏത് സാധനമായിരുന്നാലും ശരി ഞങ്ങൾ അവിടെ നിന്നേ വാങ്ങുന്നുള്ളൂ എന്നങ്ങോട്ട് തീരുമാനിക്കും. ഇനി ഇവർ പറയും ജമാഅത്തെ ഇസ്ലാമിക്കാർ മുസ്ലിങ്ങളല്ല കേട്ടോ, കാരണം ഐസിസുകാർ പാകിസ്ഥാനികളല്ല എന്നാണ് ഇവർ പറയാറ്. താലിബാനികളാണ് അഫ്ഗാൻ ഭരിക്കുന്നത്, എന്നാലും താലിബാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പറയും. ഐസിസ് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ സംഘടനയാണെന്നാണ് പറയുക. അവർ കൊല്ലുന്നത് അത്രയും മുസ്ലിങ്ങളെയാ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്. ഹമാസ് എന്ന് പറഞ്ഞാൽ പലസ്തീൻ അല്ല എന്നാണ് ഇവർ പറയുക. എങ്ങനെയൊക്കെ തേച്ച് വെളുപ്പിക്കാമോ ആ രൂപത്തിലെല്ലാം തേച്ച് വെളുപ്പിക്കുകയും ചെയ്യും. പണി കിട്ടുമ്പോൾ പോയിരുന്ന് മോങ്ങുകയും ചെയ്യും. പലസ്തീനിന്റെ പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള ഗാസ, ആ ഒരു ചെറിയൊരു പ്രദേശം മാത്രം കൈവശം വെച്ചിരിക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഹമാസ്. ആ ഭൂപടം നോക്കിയാൽ തന്നെ അറിയാം, ഒരു ചെറിയൊരു വിഭാഗമാണ്. അവരെ എതിർക്കുക എന്ന് പറഞ്ഞാൽ പലസ്തീനെ എതിർക്കുക എന്നല്ല അർത്ഥം. ഇവർ പറയുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നില്ല, അതിന് കാരണമാരാ? അവരുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള ഹമാസ് ഭരണകൂടമാണ്. അത് നിങ്ങളൊന്നറിയണം. പലസ്തീന്റെ പരമാധികാരം അംഗീകരിക്കുകയും ഹമാസിന്റെ ഭീകരവാദത്തെ എതിർക്കുകയും ചെയ്യുക എന്നത് ഭാരതത്തിന്റെ നയമാണ്. ഭാരതം എപ്പോഴും ഇരകളോടൊപ്പമാണ് നിൽക്കുന്നത്. ഗാസയിലെ ഇരകളാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളോട്, സ്ത്രീകളോട്, വൃദ്ധരോട്, മനുഷ്യരോടൊക്കെ ഇന്ത്യക്ക് അനുകമ്പയുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസ് എന്ന ഭീകരരെ എതിർക്കുകയും ചെയ്യുന്നു. ജനാധിപത്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും എന്താണ് രാജ്യം, ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് മനസ്സിലാവും. പലസ്തീനിലെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടിയാണ് ഫത്താ പാർട്ടി. ഇപ്പോ PLO ഉണ്ടല്ലോ, പാക് ഒക്കുപൈഡ് കാശ്മീർ, അതുമൊക്കെയായിട്ട് ഭാരതത്തിന് മികച്ച ബന്ധം നിലവിലുണ്ട്. പലസ്തീന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള യാസർ അറഫാത്ത് ഭാരതത്തിന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. നമ്മുടെ ഇന്ദിരയും രാജീവ് ഗാന്ധിയും ഒക്കെ ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കൊടുത്തു വിട്ടതൊക്കെ ഓർമ്മയുണ്ടല്ലോ. PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി, ഇവരുമൊക്കെയായിട്ട് അവർക്ക് നല്ല രൂപത്തിൽ, യാസർ അറഫാത്തിന് നല്ല രൂപത്തിൽ ബന്ധമുണ്ടായിരുന്നു. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അവര് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തിന്റെയും അനുഭവസ്ഥരാണ് ഗാസൻ ജനത. സംശയമൊന്നുമില്ല. ഭാരതം ഇസ്രായേൽ ജനതയെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ തീവ്രവാദികളെ എതിർക്കുന്നത് കൊണ്ടും ഇന്ത്യയെ പോലെ തന്നെ ഇസ്രായേൽ ഇരകളാക്കപ്പെടുന്നത് കൊണ്ടുമാണ്. എത്രയോ കാലം മുതൽ തന്നെയുള്ള ഒരു ബന്ധത്തിന്റെ പേരിൽ ഗാസ ഒഴികെയുള്ള പ്രദേശത്തെ പലസ്തീൻ ജനങ്ങൾ ഇസ്ലാം തീവ്രവാദത്തിന്റെ ഇരകളാണ്. അഫ്ഗാനിസ്ഥാനിലെ ആയിരുന്നാലും പാകിസ്ഥാനിലെ, സിറിയയിലെ, കാശ്മീരിലെ, ഇറാനിലെ, ഇവിടെയൊക്കെയുള്ള സാധാരണ മനുഷ്യരെ പോലെ പലസ്തീനിലെ സാധാരണക്കാരും ഭീകരവാദത്തിന്റെ ഇരകളാണ്. അവരിപ്പോൾ അനുഭവിക്കുന്ന ദുരന്തം അവര് ചെയ്യുന്ന ചെയ്തികൾ കാരണമല്ല, അവര് കാണിച്ച മൗനത്തിന്റെ, അവര് ഹമാസിന് കൊടുത്ത പിന്തുണയുടെ ഫലമാണ് ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അഗാധമായ ഗർത്തങ്ങൾ ഗാസയിൽ ഉണ്ടാക്കിയപ്പോൾ ഗാസൻ ജനത വിചാരിച്ചു അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന്. അല്ല, ഹമാസ് നേതാക്കൾക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ തിരിഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ അവർ ശക്തമായ രൂപത്തിൽ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. ആര്? ഗാസക്കാർ ഹമാസിനെ. ഗാസക്കാർക്ക് പോലും വേണ്ടാത്ത ഹമാസിനെ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഇപ്പോൾ കേരളമാണ്. ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല.